അടിസ്ഥാനപരമായി മുനമ്പം വിഷയം പരിഹരിച്ചു. അതിൽ സമരം നടന്ന ആളുകളായിട്ട് ബിജെപിക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്? ബിജെപി അല്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും അറസ്റ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണ് നോക്കുക? രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അയാളെ പേര് നടന്നാൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് തരിപ്പണാവും. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സീനിയർ ലീഡേഴ്സ് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കടക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് ബിജെപിയുടെ മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രനാണ്. തൃപ്പൂണിത്തറ നഗരസഭയിലെ ഒരു പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്തവണത്തെ ബിജെപിയുടെ ഒരു പ്രതീക്ഷ? വളരെ നല്ല പ്രതീക്ഷയാണ്. തൃപ്പൂണിത്തറയിൽ എന്തായാലും ഇത്തവണ NDAക്ക് അധികാരം ലഭിക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമായതാണ്. കപ്പനും ചുണ്ടിനും ഇടയിലാണ് കുറെ സീറ്റുകൾ നഷ്ടമായത്. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ NDA ജയിക്കും. കേരളത്തിലെ വിവിധ വിഷയങ്ങൾ, ഇപ്പോൾ ശബരിമല സ്വർണ്ണ പാളി പോലെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ ജനങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ. ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ചു, ഇപ്പോൾ അമ്പലങ്ങൾ കൊള്ളയടിക്കുക. അതിനെതിരായിട്ട് ശക്തമായ ജനവികാരമുണ്ട്. എറണാകുളത്ത് എത്തിയോണ്ട് ചോദിക്കുന്ന ഈ മുനമ്പത്ത് ഒരു ഭാഗത്ത് സമരസമിതി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബദൽ സമരവുമായിട്ട് മറ്റൊരു വിഭാഗം കടന്നു വന്നിട്ടുണ്ട്. എന്താണ് അതിൽ ബിജെപിയുടെ? അടിസ്ഥാനപരമായി മുനമ്പം വിഷയം പരിഹരിച്ചു. കാരണം വഖഫിന്റെ അധിനിവേശ ഭീഷണി ഇല്ലാതായി. ശക്തമായ നിയമനിർമ്മാണം വന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞു. അത് സാങ്കേതികമായി ഇനി അത് പരിഹരിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. അവർക്ക് വേഗം പട്ടയം കൊടുത്ത് നികുതി അടച്ച് കരം രസീത് വാങ്ങി അവരുടെ കൈവശാവകാശം ഉറപ്പിക്കാനുള്ള ഡ്യൂട്ടി ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലാണ്. അവരത് ചെയ്തില്ലെങ്കിലും നിയമപരമായിട്ട് അത് നേടിയെടുക്കാൻ സാധിക്കും. ബദൽ സമരം നടന്ന ആളുകളായിട്ട് ബിജെപിക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്? ബിജെപി അല്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. വഖഫ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിയമനിർമ്മാണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും അറസ്റ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണ് നോക്കുക? രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അയാളെ പേര് നടന്നാൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് തരിപ്പണാവും. ചർച്ച ചെയ്യേണ്ട മറ്റു പല വിഷയങ്ങൾ ഡൈവേർട്ടായി പോകുന്നു. എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അത് കാരണം അതൊന്നും ഇല്ലാതാവുന്നില്ല. ശബരിമല ശരിയായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീട് കയറി ഒപ്പ് ശേഖരിക്കുന്നുണ്ട്.